തെലുങ്ക് നാട്ടിൽ നിന്ന് മറ്റൊരു എപ്പിക് സിനിമ വരുന്നുണ്ട്. സ്വയംഭൂ. നിഖിൽ എന്ന് പറഞ്ഞൊരു നടനാണ് ചെയ്യുന്നത്. അതായത് പുള്ളി ഇതിനു മറ്റേ ഒരു പടം ചെയ്തിട്ടുള്ള രണ്ട് കാർത്തികേയ. അതെ ആ സിനിമകളിലേക്ക് നായകനാണ് അഭിനയിച്ചാണ് നിഖിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെ ചടങ്ങുകൾക്ക് എല്ലാത്തിനും കുറച്ച് സംതിങ് ഡിഫറെന്റ് വെറൈറ്റി വേണം എന്നുള്ള നിർബന്ധമാണ്. പുള്ളി ആക്ച്വലി നിഖിൽ നമ്മുടെ ഇതിനകത്തുണ്ടായിരുന്നു, ഹാപ്പി ഡേയ്സ്. അതെ, ഹാപ്പി ഡേയ്സ് ഉണ്ടായിരുന്നു. സോ നമുക്ക് സ്വയംഭൂവിൻ്റെ ടീസർ കണ്ടുപോകാം. സ്വയംഭൂ ബെറ്റർ VFX പോലെ തോന്നുന്നു. തോന്നലേ ഉള്ളു. മറ്റേ പുള്ളിയല്ലേ സുനിലൊക്കെയാണ് ഈ വെച്ചേക്കുന്ന താടി. కాలం కత్తే దోస్తే వ్యాపారి కొంచెం కావాలి. പുകയാണല്ലോ. അതൊക്കെ എന്ത് വരുന്നു പരിപാടി? ఏదో ఒక చోట నశిస్తుంది మిత్రమా, కానీ తెగింపు ఎంత దూరమైనా వెళ్తుంది. కూడా కోల్పోకుండా యుద్ధం అదే యుద్ధ నీతి. ബാഹുബലിയുടെ ഒക്കെ ഒരു അല്ലേ കണ്ടോ? ഇയാളാ KK സെന്തിൽകുമാർ ആയതുകൊണ്ടാണ്. പുള്ളി മറ്റേ അടുത്ത ആ പടം ചെയ്യാതെ ഇതിന് പോയി കാണല്ലേ. ఆ ఇంటిని ఒక ఇల్లే కదా అని వదులుకుంటే ఆ గ్రామాన్ని മകധീരയുണ്ട്. ఆ రాజ్యాన్ని వదులుకోవచ్చు. റെഫറൻസ് എടുത്തായിരിക്കും അല്ലേ? തലയാണോ? അതെ, അവിടെ ലൈറ്റാണോ അതുകൊണ്ട് കിടക്കുന്നത് ബാക്കിൽ? ఇది నీతి కాదు, నిజం. സ്വയംഭൂ. ഈ വാരണാസി ചെയ്യാതെ പുള്ളി ഇതിന് പോയി കാണുമല്ലേ? ചൈനീസ്, സ്പാനിഷ്, അറബിക് ആ ലാംഗ്വേജിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റേ കണ്ടതിനേക്കാൾ വൃത്തി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഏതാ ഈ നാഗബന്ധത്തിനേക്കാൾ കുറച്ചുകൂടെ വൃത്തി ഉണ്ടെന്ന് തോന്നുന്നു. ട്രെയിലറിന് ഇച്ചിരി ഒരു താളമുണ്ട്. കാരണം ഇവൻ അറിയപ്പെടുന്ന നാടനാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ ബജറ്റ് ഉണ്ടാവുന്നു. അതുമാത്രല്ല ഇവന്റെ കഴിഞ്ഞ പടമൊക്കെ നല്ല കളക്ഷൻ കിട്ടി പടങ്ങളാണ്. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇവരുടെ ഡ്രസ്സിങ്ങിലാണേലും ഇപ്പൊ നമ്മുടെ സംയുക്ത മേനന്റെ റോൾ പെട്ടെന്ന് കണ്ടപ്പോൾ മറ്റേ തമന്റെ മറ്റേ പടത്തിൽ അവന്തികയുടെ ആ ക്യാരക്ടറിന്റെ ഒരു എനിക്ക് തോന്നുന്നു KK സെന്തിൽകുമാർ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. പുള്ളിയാണ് നമ്മുടെ ബാഹുബലി ക്യാമറ വർക്ക് ചെയ്തത്. കുറച്ചധികം രാജമൗലിയോട് ഈച്ചയൊക്കെ ചെയ്തേക്കുന്ന പുള്ളിയാണ്. മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇവ നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മറ്റേ യെല്ലോയിഷ് മറ്റേ ആകാശം കാണിക്കുന്ന സാധനമൊക്കെ മറ്റേ മഗധീരയുള്ള സംഭവം. അത് കുറെ, അതായത് മഗധീരയുടെയും മറ്റേ ബാഹുബലിയുടെയും കുറെ മിക്സ് നമുക്ക് അവിടെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല എലമെന്റ്സ് ഒക്കെ എടുത്തിട്ട് അവന്തിക്ക് റോള് കുറവാണെങ്കിൽ ഇതിനകത്ത് നല്ല റോൾ കൊടുക്കാം. നല്ല ബട്ട് കൊള്ളാം. ഇത് നമ്മൾ ഈ ലാസ്റ്റ് കണ്ട നാഗബന്ധം എന്ന് പറഞ്ഞ ടീച്ചറിനേക്കാൾ ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് വിഷ്വലി. പിന്നെ ആക്ച്വലി ആൾക്കാർ കുറച്ച് മടുത്തിരിക്കുകയാണ് ഈ പീരിയോഡിക് സംഭവങ്ങളൊക്കെ കണ്ട് കാര്യം ഇതിനകത്തൊന്നും പുതുതായിട്ട് വയലൻസ് കണ്ട് അത് ആൾക്കാർ മടുത്തിരിക്കുകയാണ്. എല്ലാം പിന്നെ നിങ്ങൾ എന്താണ് വെയിറ്റ് ചെയ്യുന്നത്? വെറൈറ്റി പരിപാടികൾ വരട്ടെ അല്ലേ? എന്തുമാത്രം ജോണേഴ്സ് ഉണ്ട് ഈ ലോകത്ത്. നമ്മൾ ആക്ച്വലി ആകെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് മാസ് പടം, ഫീൽ ഗുഡ് പടം, അതായത് ഒരു ഡിനോസർ വരട്ടെ. അതെ, എന്തുകൊണ്ട് ഒരു അരക്കൊണ്ട പോലെ പടം എടുക്കൂല അവിടെ. വിജയണ്ണനും രജിയണ്ണനും ഒക്കെ ഡിനോസറുകളെ ഫൈറ്റ് ചെയ്യട്ടെ. എത്ര നാളത്തേക്ക് വേണ്ടി ഈ ഗുണ്ടുകളെ ഇടിക്കും അല്ലേ? വെറൈറ്റി ഉണ്ട്. ജനനായകനിലെ അണ്ണൻ റോബോട്ടോടെ ഫൈറ്റ് ചെയ്യുന്നതാണ്. അതൊരു വെറൈറ്റിയാണ്. പക്ഷെ പടം ഇറങ്ങിയില്ലല്ലോ. അതെ, പടം ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് അതും നമുക്ക് എത് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് അല്ലേ, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിന്. അപ്പോൾ ഇനി ഇതിൻ്റെ ട്രെയിലറോ അങ്ങനെയുള്ള അടുത്ത ഇത് വരട്ടെ, നമുക്ക് പറ്റിയാൽ അതും റിയാക്ട് ചെയ്യണം.